നമസ്കാരം. നമ്മുടെ 4 മണി ചർച്ചയാണ്. അപ്പോൾ ഈ 4 മണി ചർച്ചയ്ക്ക് ചായ കുടിച്ച പോലെ കുഴപ്പമുണ്ടോ? കാര്യം നോമ്പ് കാലമാണ്. ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അല്ല, അതിപ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് മാത്രമേ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ കപട മതേതരം പറയുന്ന കുറച്ച് ചാനലുകൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത. അല്ലാതെ നമുക്ക് തത്വമയ്ക്ക് പ്രശ്നമൊന്നുമില്ല. തത്വമയ്ക്ക് ആൾറെഡി ഒരു ലേബൽ ഇവർ ചാർത്തി തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും. അതെ. അപ്പോൾ അതെന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ന്യൂസ് മലയാളം 24 ഇലക്ഷന് അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കരളിയെ വെട്ടി PR അവർ സ്വന്തമാക്കിയ ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത് നിരന്തരം തിരുവനന്തപുരം കോർപ്പറേഷനാണ് പ്രധാനപ്പെട്ടവരുടെ ടാർഗറ്റ്. ഇനി ഓരോരുത്തർക്കും ഒരു ടാർഗറ്റ് പോയിന്റ് നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇനി കൈരളിക്ക് ഒരു ടാർഗറ്റ് പോയിന്റ്, 24 ന്യൂസ് മലയാളം 24 മറ്റൊരു ടാർഗറ്റ് പോയിന്റ് അങ്ങനെ നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ നിരന്തരം വളരെ വ്യാജമായിട്ടുള്ള വാർത്തകളാണ് അവർ നിർമ്മിക്കുന്നത് മുഴുവൻ. അത് എന്തെങ്കിലും അതിനകത്തൊരു ചെറിയ സത്യത്തിനൊരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നിരന്തരം നിർമ്മിക്കുന്നത് ഇത്തരം വ്യാജ വാർത്തകളാണ്. ഇത്തരം ഈ ചാനലിനെക്കുറിച്ച് നേരത്തെ ഒരു ആരോപണം ഉണ്ടായിരുന്നത്, ഒരു ആരോപണം, ഇപ്പം തത്വമയുടെ ആരോപണമല്ല, പൊതുജനത്തിൻ്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നത് ഈ അർബൻ നക്സൽസ് ആണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നും അറിയില്ല. എന്തായാലും അത്തരത്തിലുള്ള ചില ജനറ്റിക് സ്വഭാവങ്ങളൊക്കെ ഈ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ അർബൻ നക്സലിസത്തിൻ്റെയൊക്കെതായ ഒരു ജനറ്റിക്കൽ ഫോർമാറ്റാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ. എന്തായാലും ഈ ആറ്റുകാൽ പൊങ്കാല മുതൽ ഇവർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാലയെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ള വളരെയധികം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് ന്യൂസ് 24 മലയാളം ഇറങ്ങിയത്. അന്ന് മുതൽ അവരുടെ ടാർഗറ്റ് നഗരസഭയും BJPയും ആണ്. പക്ഷേ അവർ മുന്നിൽ നിർത്തിയത് ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാലയെ എങ്ങനെയൊക്കെ വികലമാക്കാമോ ആ രീതിയിലൊക്കെ വികലമാക്കിക്കൊണ്ടാണ് ഈ ന്യൂസ് മുന്നോട്ട് പോയത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്ത ഒരു സ്ത്രീ, കോഴിക്കോട് സ്വദേശിയായ ഒരു സ്ത്രീ പൊള്ളലേറ്റിരുന്നു. അവർ ഇന്നലെ മരണമടഞ്ഞിരുന്നു. എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ ന്യൂസ് 24 കൊടുത്തത് കണ്ടു കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല കൊണ്ട് മാത്രം എന്തോ വലിയ ദുരന്തമുണ്ടായെന്നുള്ള രീതിയിൽ വളരെയധികം പൊലിപ്പിച്ചാണ് ആ വാർത്ത കൊടുത്തിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ അവർ വീണ്ടും ഒരു വാർത്ത കുത്തിപ്പൊക്കിയിരിക്കുന്നത്, നഗരത്തിൽ അനുമതിയില്ലാതെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച സംഭവത്തിൽ പിഴയടയ്ക്കാൻ തയ്യാറാകാതെ BJP ജില്ലാ നേതൃത്വം, നിയമലംഘനത്തിന് നേരെ കണ്ണടച്ച് ഭരണസമിതി എന്ന രീതിയിൽ തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്തയുടെ ഇതിനുള്ളൊരു മറുപടി കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി നാളെ വീണ്ടും കൊച്ചിയിൽ വരികയാണ്, കേരളത്തിലേക്ക് വരികയാണ്. ഇതിന് തൊട്ടു മുമ്പ് അദ്ദേഹം വന്നത് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്തായിരുന്നു. പ്രത്യേകിച്ചും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജയ ആഹ്ലാദവുമായി പങ്കിടാൻ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയുണ്ടായി. ആ വേളയിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇത്തരത്തിലൊരു വിവാദം അന്ന് വന്നത്. അന്നും ഇതേ വിവാദം ഇവർ തന്നെയാണ് ഇത് കത്തിച്ചു തുടങ്ങിയത്.